ഹലോ എവരിബഡി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ടോ? അപ്പം നമ്മൾ ഇങ്ങനെ നമ്മുടെ ഡെസ്കിനാക്കി എടുക്കാം. നമ്മൾ വാളും കുറേ ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ചെയ്തിട്ടുള്ളൂ, വീഡിയോയിൽ ബാക്കി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ശരി, നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഓർഗനൈസറിനെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വയ്ക്കാം. ഇതിൽ നിറയെ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് ഓർഗനൈസ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അതുകൊണ്ട് വല്ല കുറ്റമൊക്കെ കുറ്റമല്ല, വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അടുത്ത പ്രാവശ്യം തൊട്ട് നമ്മൾ ശരിയാക്കാം. ഇതെൻ്റെ കയ്യിലുള്ള ഞാൻ പ്രിൻ്റ് എടുത്ത കുറേ സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഞാൻ ഈ ഒരു സപ്ലൈസൊക്കെ ഈ ഒരു ബോക്സിലായിട്ടാണ് വയ്ക്കുക. നമ്മുടെ എല്ലാ സപ്ലൈസും ഞാൻ ഇവിടെ ആയിട്ട് വയ്ക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഓർഗനൈസർ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഇതിനെ കിൻഡർ ജോയ് കഴിഞ്ഞപ്പോൾ കൂടെ റൗണ്ടിന് കിട്ടിയാണ് കേട്ടോ. പിന്നെയും നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓർഗനൈസർ നമുക്ക് ഓർഗനൈസ് ചെയ്യാം. ആദ്യം ഈ സാധനം നമ്മളിത് ഓർഗനൈസ് ചെയ്യണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിങ്ങനെ തന്നെ വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്കൊക്കെ നല്ലോണം അങ്ങനെ ഓർഗനൈസായി എടുത്തിട്ടുണ്ട്. ഇത് സ്റ്റോറി ബുക്സൊക്കെ ആ ഒരു സെക്ഷനാണ്. നമ്മളിതൊക്കെ ഒന്ന് നേരാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വാളിലോട്ട് പോവാം. വാൾ ഗ്രിഡ് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതായതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അതിന് വാൾ ഗ്രിഡ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. ഒന്നുമില്ല, കുറച്ച് പേപ്പർ സ്ട്രോസ് ഉണ്ടാക്കിയിട്ട് അതിനൊന്ന് ഗ്രിഡ് പോലെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റാമ്പ്സ്, പിന്നെ ഇതിനെ പ്രിൻ്റ് എടുത്തത് കുറച്ച് സംഭവങ്ങളൊക്കെ സ്റ്റിക്കേഴ്സൊക്കെ ഇതിനകത്തോട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര നന്നായിട്ടായിരുന്നു. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വാൾ ഡെക്കോറും ഇവിടെ തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പോസ്റ്റേഴ്സ് ഉണ്ടാക്കിയിട്ട് ഇവിടെ സൈഡിലായിട്ട് ഒട്ടിക്കാം. ഫസ്റ്റ് തന്നെ ഞാനൊരു കാര്യം പറയാം. ഈ പോസ്റ്റേഴ്സൊക്കെ ഞാൻ നേരത്തെ വരച്ച് വെച്ചാണ്. ഈ ക്യാരക്ടറുടെ പേര് ടോട്ടോറോ എന്നാണ്. അപ്പോൾ നമ്മൾക്ക് ഇതെല്ലാം വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്കൊന്ന് കളർ ചെയ്തെടുക്കാം. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണണമെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇത് ടോട്ടോറോ ആണ് കേട്ടോ. ടോട്ടോറോ പറഞ്ഞാൽ ഒരു എനിമി മൂവിയിലെ ഒരു ക്യാരക്ടറാണ് ടോട്ടോറോ. അത് എനിമി മൂവിൻ്റെ പേര് മൈ നീബർ ടോട്ടോറോ എന്നാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് വരാം. നമുക്ക് എല്ലാം അതൊന്ന് കളർ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ 4 പോസ്റ്റേഴ്സും കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വാളിൽ സ്റ്റിക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെല്ലാ പിക്ചേഴ്സും ഇതേമാതിരി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ വാൾ ഗ്രിഡിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം. അടുത്ത പരിപാടി എന്ന് പറയാൻ അങ്ങനെയൊന്നുമില്ല. ഈ ഒരു പ്ലാന്റ് ഇല്ലേ, ഇത് മണി പ്ലാന്റ് ആണ് കേട്ടോ. നമുക്കിത് അവിടെ വെക്കാം. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വെക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെസ്കിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ബൈ ബൈ.